ക്യാമ്പയിനുകൾ ശിഥിലമായി പോയി. യു ഡി എഫിന്റെ ക്യാമ്പയിൻ നോക്കൂ. യു ഡി എഫ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ പ്രചരണ വിഷയമായി കൊണ്ടുവന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയാണോ മുഖ്യ പ്രചരണ വിഷയമാക്കിയത്? അല്ല, മുഖ്യ വിഷയം അതാക്കിയില്ല. രണ്ടാമത് അവരെന്താ കൊണ്ടുവരുന്നത്? BJP ഡീല് കൊണ്ടുവരുന്നു. അതെന്താ? മൈനോറിറ്റി വോട്ടിനെ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു ആരോപണം. ഏറ്റവും ഒടുവിൽ മാത്യു കുഴൽനാടൻ 2018 പ്രളയത്തിന്റെ ആരോപണം വരെ ഉയർത്തിക്കൊണ്ടുവന്നില്ലേ? കേരള സർക്കാരിനെതിരെ ഏതെങ്കിലും അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റൂ? കർണാടക സർക്കാരിനെതിരെ കോൺഗ്രസ് എങ്ങനെ വിജയിച്ചത്? കമ്മീഷൻ സർക്കാരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കർണാടക സർക്കാരിന് വിജയിച്ചത്. BRSനെതിരെ തെലങ്കാനയിൽ എങ്ങനെ വിജയിച്ചത്? BRS നടത്തിയ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. വികസനം അവിടെ കുറവൊന്നുമില്ലായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു വികസനം BRS സർക്കാർ ചെയ്തു. പക്ഷേ BRSന്റെ രണ്ടാം ടേമിലെ വലിയ അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. കേരളത്തിൽ അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടോ? കേരളത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഒരു ഫീൽ ഗുഡ് ഫാക്ടർ എന്ന് പറഞ്ഞ് നേരിട്ടോ? ശരിയാണ്, ഒരു മടുപ്പ് അവിടെ ഉണ്ടായി. മറുഭാഗത്ത് എന്താ പ്രചരണം ഉണ്ടായത്? വികസനത്തെ LDF പേഴ്സോണിഫൈ ചെയ്തു എന്ന മട്ടിലുള്ള പ്രചരണം കൊണ്ടുവരികയും വികസനത്തിന്റെ ആൾരൂപമായിട്ട് പിണറായി വിജയനെ കൊണ്ടുവരികയും ചെയ്തു. അതിന്റെ രാഷ്ട്രീയ ശരിതെറ്റുകളിലേക്ക് ഞാൻ പോകുന്നില്ല, അത് പിന്നീട് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. പക്ഷേ ഭരണവിരുദ്ധ വികാരം താഴെത്തട്ടിൽ അലയടിക്കുന്നുണ്ട് എന്ന പ്രതീതി ജനിപ്പിക്കാൻ ശ്രമിക്കുകയും അതിന്റെ മറവിൽ മൈനോറിറ്റി വോട്ട് കൺസോളിഡേഷന് ആത്മവിശ്വാസം പുലർത്തുകയുമാണ് യഥാർത്ഥത്തിൽ UDF ചെയ്തത്. അതിൽ രണ്ടും നടന്നിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്നത്. മൈനോറിറ്റി കൺസോളിഡേഷൻ പൂർണ്ണമായും നടന്നിട്ടില്ലെന്നല്ല, മൈനോറിറ്റി കൺസോളിഡേഷൻ ഒരു 80-90 സീറ്റുകളിലേക്ക് UDFനെ കൊണ്ടുപോകുന്ന രീതിയിൽ നടന്നിട്ടില്ല. ഭരണവിരുദ്ധ വികാരത്തിന്റെ ക്യാമ്പയിൻ ആവട്ടെ തകർന്നു പോകുന്ന കാഴ്ച കണ്ടത്.